നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു രാജ്യത്തിന്റെ ഭാവി തലമുറയെ മൊത്തമായ അന്ധകാരത്തിന്റെ കെടുതിയിലേക്ക് തള്ളിയിടാൻ യുദ്ധത്തിനാകും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതും ഇതേ ഭീഷണി തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളോടൊപ്പം തന്നെ ചങ്കിടിപ്പോടെ ഇനിയൊരു യുദ്ധം വേണ്ടെന്ന് വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുമുണ്ട്, പ്രവാസി മലയാളികളും ഉണ്ട്. കാരണം ഓരോ ഗൾഫ് യുദ്ധവും അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രവാസി മലയാളികളെ കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് തങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധാന്തരീക്ഷം കൂടി സൃഷ്ടിക്കപ്പെട്ടാൽ അത് ബാധിക്കുക നിരവധി പ്രവാസ ജീവിതങ്ങളെയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് രഹസ്യസേനയായ ഖുർദ് ഫോഴ്സ് തലവൻ ജനറൽ ഖാസിം സുലൈമാനി അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയ അമേരിക്കൻ വ്യോമാക്രമണം മറ്റൊരു ഗൾഫ് യുദ്ധത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രവാസ ലോകം. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. പ്രളയക്കെടുതിയിൽ കേരളം മുങ്ങിത്താഴ്ന്നപ്പോഴും കരകയറാൻ നേടിയ ഒരു കരുത്തുചാക്കായി പ്രവാസികളുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടായാൽ അത് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ ആകമാനം തകിടം മറിക്കുന്ന അവസ്ഥയിലാവും എത്തി നിൽക്കുക. ഇന്നലെ പുലർച്ചെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ബാഗ്ദാദ് വിമാനത്താവള റോഡിൽ തന്ത്രപ്രധാനമായി വ്യോമാക്രമണം നടത്തിയത്. ജനറൽ സുലൈമാനിക്ക് പുറമെ ഇറാഖി കമാൻഡർ അബു മെഹ്ദി അൽ മുഹന്ദിസും ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ഗ്രൂപ്പിന്റെ പബ്ലിക് റിലേഷൻസ് ഗ്രൂപ്പ് മേധാവി മുഹമ്മദ് റിദ ജാബ്രിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖാസിം സുലൈമാനിയുടെ വധത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. റവല്യൂഷണറി സേനയിലെ രഹസ്യസേനയായ ഖുർദ് ഫോഴ്സിന്റെ മേധാവിയായ സുലൈമാനി ഇറാൻ ആത്മീയ ആയത്തുള്ള ഖുമൈനിയുമായുള്ള ഏറ്റവും അടുപ്പമുള്ള നേതാവാണ്. ആയത്തുള്ള ഖുമൈനിക്ക് രഹസ്യ വിവരങ്ങൾ നൽകുന്നതും ഇറാന്റെ സൈനിക നീക്കങ്ങളുടെ കുന്തമുനയുമായിരുന്നു സുലൈമാനി. ബാഗ്ദാദിലെ US ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നിർണായക നടപടിയെന്നാണ് ആക്രമണത്തെ പെന്റഗൺ വിശേഷിപ്പിച്ചത്. ഇറാഖിലും പശ്ചിമേഷ്യയിലെ മറ്റിടങ്ങളിലും പ്രവർത്തിക്കുന്ന അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെയും മറ്റുദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ നിരന്തരം പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ജനറൽ സുലൈമാനി എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയത്. നൂറുകണക്കിന് അമേരിക്കൻ സൈനികരുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതിനും ഉത്തരവാദി സുലൈമാനിയും അയാളുടെ ഖുർദ് സേനയുമാണെന്നും US പ്രതിരോധ വകുപ്പ് വിശദീകരിച്ചു. ഇതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പതാക ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വിദേശത്തുള്ള US സൈനികരെ രക്ഷിക്കാൻ US സൈന്യം നിർണായക പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഖുർദ് ഫോഴ്സ് തലവൻ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയെന്ന് വൈറ്റ് ഹൌസ് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.